കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. അടുത്ത മുഖ്യമന്ത്രി ആരെയെന്ന് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ ടി.വി.കെയുടെ പ്രതിനിധിയായി തന്നെ വിജയ് വീണ്ടും ഗവർണറെ കാണുകയാണ്. ലോക് ഭവനിലെത്തി. എന്താകും തമിഴ്നാട്ടിലെ സാഹചര്യം എന്നതിലും വ്യക്തതയില്ല. അതേസമയം നമ്മൾ കേരളത്തിലെ CPM-ലേക്കും CPI-യിലേക്കും വരുമ്പോൾ അവർ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഈ തോൽവിക്ക് കാരണം എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു പഠനത്തിലേക്കും വിലയിരുത്തലിലേക്കും പോകേണ്ട സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ആര് എന്നത് സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടതുണ്ട്. പിണറായി വിജയനെതിരെ CPM-ൽ കടുത്ത വിമർശനം ഉയർന്നു വന്നു. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതിരുന്നത് തിരിച്ചടിയായി എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വിമർശനം. വെള്ളാപ്പള്ളിയുടെ പിന്തുണ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്താൻ ഇടയാക്കിയിട്ടുണ്ട്. PB യോഗത്തിന് ശേഷമാകും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുക എന്നും നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പാർട്ടി നേരിട്ടത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തോൽവി എന്ന് തന്നെയാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് അഭിപ്രായം. ജനങ്ങളോടും തെറ്റ് ഏറ്റുപറയണം, കണക്കുകൾ നിരത്തി തോൽവി ലഘൂകരിക്കരുത് എന്നും കേന്ദ്ര നേതൃത്വം കൃത്യമായി ഇടപെടുകയാണ്. ഇടതുമുന്നണിയിൽ പ്രതിപക്ഷ നേതാവിന്റെ ചർച്ച തുടരുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് ആര് എന്ന ചോദ്യവും കൂടി പ്രസക്തമാകുന്നുണ്ട്. ഇപ്പോൾ VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഉജ്ജ്വല വിജയം നേടുമ്പോഴും അടുത്ത മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച ചർച്ച UDF-ൽ കോൺഗ്രസിൽ നടക്കുന്നു. അതേസമയം മറുഭാഗത്ത് ഈ കനത്ത തോൽവി അതിന്റെ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ മുഖ്യമന്ത്രിയായി പിണറായി വിജയന് നേരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ആണ് ഇപ്പോൾ ഉയരുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ ആര് നയിക്കണം എന്നത് സംബന്ധിച്ചും നിർണായകമാകുന്ന ചർച്ചകളും ആണല്ലോ ഇനി നടക്കുക, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിലാഷ്, ഇപ്പോൾ ഇടതുമുന്നണി യോഗം ചേരുകയാണ്. വലിയൊരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണ് മുന്നണി യോഗം ചേർന്നത്. 11 കക്ഷികളാണ്, പാർട്ടികളാണ് ഇടതുമുന്നണിയിലുള്ളത്. അതിൽ CPM-ഉം CPI-യും RJD-യും 3 പാർട്ടികളായി ഒതുങ്ങുന്നു നിയമസഭയിലെ ഇടതുമുന്നണിയുടെ പ്രാതിനിധ്യം. ആ സാഹചര്യത്തിലാണ് ഇടതുമുന്നണി യോഗം ചേർന്നത്. ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഒരു മാരത്തോൺ യോഗമെന്ന് പറയാം. സാധാരണ രാവിലെ മുതൽ ഉച്ചവരെ സംസ്ഥാന കമ്മിറ്റിയോട് ചേർന്നുള്ള അനുബന്ധിച്ചുള്ള യോഗമാണ്. ഒരുപക്ഷെ വൈകുന്നേരം വരെ നീണ്ടുപോകാം. ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച യോഗം രാത്രി 11 മണി വരെ പിന്നിട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ വിമർശനങ്ങൾ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ യോഗത്തിൽ ഉയർന്നു വന്നു. വലിയ തിരുത്തൽ നടപടികളിലേക്ക്, എപ്പോഴും തിരുത്തൽ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ തിരുത്തൽ നടപടികളിലേക്ക്, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട തിരുത്തൽ നടപടികളിലേക്ക് പോകണമെന്ന ആവശ്യം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നതായാണ് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലി, മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളും ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഒരു കാരണമായി എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ, സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവർ ഈ പല തെറ്റായ നടപടികൾക്കെതിരെയും അതിരൂക്ഷ വിമർശനം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതിരുന്നത് തിരിച്ചടിയായെന്ന രൂക്ഷ വിമർശനം ഇന്നലത്തെ യോഗത്തിലും, നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് പിന്നാലെ ചേർന്ന യോഗത്തിലും അത്തരം വിമർശനം ഉയർന്നതാണ്. ഇന്നലെയും അത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നു. വെള്ളാപ്പള്ളിയുടെ പിന്തുണ തിരിച്ചടിച്ചു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുന്ന സംസ്ഥാനത്ത് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി എന്നുള്ളത് CPM തിരിച്ചറിയുന്നു. ആ ഏകീകരണത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വെള്ളാപ്പള്ളി നടേശനാണെന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നു വന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടായ പരാമർശങ്ങളും നേതാക്കളുടെ പരാമർശങ്ങളും വെള്ളാപ്പള്ളിയുടെ ഇടപെടലുമൊക്കെ ഈ വിമർശനത്തിന്, എതിരാളികളുടെ പ്രചരണത്തിന് ആക്കം കൂട്ടിയെന്നും അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും CPM-ന്റെ സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റിയും തയ്യാറാക്കുന്ന അവലോകന റിപ്പോർട്ട് പിന്നീട് കീഴ്ഘടകങ്ങൾ ചർച്ച ചെയ്യാൻ നൽകാറാണ് പതിവ്. എന്നാൽ ഇത്തവണ തിരികെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പകരം കീഴ്ഘടകങ്ങളിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച ശേഷം അത് സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് അവലോകന റിപ്പോർട്ടായി മാറ്റാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. യെസ്, ഇത്തരത്തിൽ അതായത് അതിശക്തമായ വിമർശനം ഉയരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് CPI-യുടെ ഒരു അഭിപ്രായമുണ്ടല്ലോ. അതായത് ഈ ഏകപക്ഷീയമാകുന്ന ചില നിലപാടുകൾ, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പിണറായി സ്വീകരിച്ച ചില നിലപാടുകൾ, അതൊക്കെ എതിർക്കപ്പെടുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി ഒരു ജനാധിപത്യത്തോടുകൂടി പ്രതിപക്ഷ നിരയും മുന്നോട്ട് പോകണമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നതാണല്ലോ CPI-യുടെ നിരീക്ഷണം. അതുകൂടി എത്രത്തോളം പ്രസക്തമാകുന്നുണ്ട് അരുൺ?
ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ആര് എന്ന കാര്യത്തിൽ CPM ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഇനിയും സമയമുണ്ടല്ലോ, തിടുക്കത്തിലെടുക്കേണ്ട കാര്യമില്ല. പൊളിറ്റ് ബ്യൂറോ യോഗത്തിനൊക്കെ ശേഷം കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പ്രതിപക്ഷ നേതാവ് വരുന്നെങ്കിൽ പൊളിറ്റ് ബ്യൂറോയുടെ അനുമതി കൂടി വേണം. അദ്ദേഹം PB അംഗമാണ്. അല്ലെങ്കിലും ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കർശനമായ നിരീക്ഷണം ഇനി സംസ്ഥാന പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇന്നലെ ഈ വിശദമായ ചർച്ചകളിലേക്ക് പോയത് തന്നെ MABയുടെ കൂടി ഇടപെടൽ എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എല്ലാ കൃത്യമായ നിലപാടുകൾ പറയണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതുകൊണ്ട് ഇന്നലെ ഈ പ്രതിപക്ഷ നേതാവ് ആരെന്ന ചർച്ചകളിലേക്ക് CPM കടന്നിട്ടില്ല. ഒരുപക്ഷെ അടുത്ത സെക്രട്ടറി യോഗത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് CPM കടക്കും. അതിനു മുമ്പ് പൊളിറ്റ് ബ്യൂറോ യോഗവും ചേരും. MAB ഇന്ന് ഡൽഹിയിൽ എത്തുന്നുണ്ട്. 10-11 തീയതികളിലാണ് കേന്ദ്ര കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോവും യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് ആരെന്ന കാര്യത്തിൽ CPM ചർച്ചകൾ വരുമ്പോൾ സ്വാഭാവികമായും അതിൽ പ്രഥമ പരിഗണന പിണറായി വിജയൻ തന്നെയാകും. അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ചത്. നേരത്തെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. EK നായനാരും മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. ഇത്തരമൊരു വലിയൊരു തിരിച്ചടി നേരിടുമ്പോൾ, മുന്നണി വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാകുമ്പോൾ അവിടെ ഇട്ടെറിഞ്ഞു പോകാൻ പിണറായി വിജയൻ തയ്യാറാകില്ല. പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനുള്ള നേതൃത്വം അദ്ദേഹം തന്നെ ഏറ്റെടുക്കും. മാത്രമല്ല, പിണറായി വിജയൻ മാറി നിന്നാൽ നിയമസഭയിൽ തീർത്തും ദുർബലമായ ഒരു പ്രതിപക്ഷമായി ഇടതുപക്ഷം മാറുമെന്ന ആശങ്കയും ബന്ധപ്പെട്ടവർക്കുണ്ട്. ഇപ്പോൾ തന്നെ ഭരണപക്ഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർത്തും ശക്തി കുറഞ്ഞ ഒരു പ്രതിപക്ഷമായി ഇത് മാറുമെന്ന ആശങ്കയാണ് പൊതുവിലുള്ളത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും ഒരു ചെറിയ ഇടവേളയിൽ ചെറിയൊരു കാലഘട്ടത്തിലേക്കെങ്കിലും പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകും. അതിനുശേഷം ഒരുപക്ഷെ ഡെപ്യൂട്ടി പാർട്ടി ഉപനേതാവായി KN ബാലഗോപാലിനെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം, മുൻ ധനമന്ത്രി, അദ്ദേഹത്തെ കൂടി ചുമതലപ്പെടുത്തി മുന്നോട്ട് പോകാനാകും ആലോചിക്കുക. അവിടെ CPIയുടെ ഒരു നിലപാടാണ് ഇന്നലെ ചർച്ചകളിൽ. പാർട്ടി നിലപാടായതിനെ പറയാൻ കഴിയില്ല. പക്ഷേ ചർച്ചയിൽ വന്ന അഭിപ്രായം പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുത്, ഒരു പുതിയ നേതൃത്വം അവിടെ ഉയർന്നു വരണം എന്നൊരു ആവശ്യം CPIയുടെ ചർച്ചയിൽ ആളുകൾ ഉന്നയിച്ചു. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആ ചർച്ചാ വാർത്തകൾ പുറത്തുവന്ന് തൊട്ടു പിന്നാലെ ഫേസ്ബുക്കിലൂടെ ആ ആവശ്യം തള്ളിക്കൊണ്ട് രംഗത്തെത്തി. മുഖ്യമന്ത്രി ആരെന്ന് പ്രതിപക്ഷ നേതാവ് ആരെന്ന് തീരുമാനിക്കേണ്ട അവകാശം, അധികാരം അത് CPMനാണ്. അവരാണ് പ്രതിപക്ഷ നേതാവ് തീരുമാനിക്കേണ്ടത്. അതിൽ CPI അഭിപ്രായം പറയില്ല എന്നൊരു നിലപാട് ബിനോയ് വിശ്വം പരസ്യമായി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ CPIയിൽ അത്തരം ആവശ്യങ്ങളുണ്ട്. CPMഉം ഈ എല്ലാ സാധ്യതകളും പരിഗണിച്ചു മാത്രമേ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുകയുള്ളൂ. പിണറായി മുന്നിൽ നയിച്ചാൽ ഒരു ശക്തി ഉണ്ടാകും മുന്നണിക്ക് അഭിപ്രായമുള്ളവരുണ്ട്. എന്നാൽ അവിടെയും ഒരു തലമുറ മാറ്റം അനിവാര്യമല്ല. എത്രനാൾ ഇത്ര നേതാക്കൾ മാത്രം മതി എന്ന നിലപാടിലേക്ക് പോകും. ഒരു പുതുതലമുറ പാർട്ടിയിലും അതുപോലെ ഈ പാർലമെന്റ് രംഗത്തും മുന്നണി നയിക്കാൻ പുതുതലമുറ വേണ്ടേ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. P രാജീവിനെ പോലുള്ള നേതാക്കളൊക്കെ ഒരുപക്ഷെ അദ്ദേഹം ജയിച്ചിരുന്നുവെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാവുന്ന പേരായിരുന്നു. പക്ഷേ അദ്ദേഹം വലിയ പരാജയമാണ് കളമശ്ശേരി ഏറ്റുവാങ്ങിയത്. സംഘടന ശക്തിപ്പെടുത്താൻ ഒന്നുകൂടി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരുപക്ഷെ ഈ നേതാക്കളൊക്കെ പ്രവർത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും പ്രതിപക്ഷ നേതാവ് ചർച്ചകളിലേക്ക് CPM ഇന്നത്തെ ഇടതുമുന്നണി യോഗവും കടക്കില്ല. കാരണം CPM മാത്രം തീരുമാനിക്കേണ്ട ഒരു വിഷയമാണത്. ഘടകകക്ഷികളെ അറിയിച്ചാൽ മാത്രം മതിയാകും ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. പക്ഷേ ഉപനേതാവ് സ്ഥാനം ഇത്തവണ CPI ആവശ്യപ്പെടുന്നുണ്ട്. ഉപനേതാവ് എന്നത് നിയമസഭയിൽ അത്തരമൊരു പദവി ഉള്ളതല്ല. പക്ഷേ അതൊരു ആലങ്കാരിക പദവിയായി രാഷ്ട്രീയ പാർട്ടികൾ സാങ്കേതികമായ അത്തരം ഒരു പദവി ഇപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ട്. 2011 VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ആകുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവായിരുന്നു. പിന്നീട് 2 തവണയും UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവിയിൽ ഇരുന്നിട്ടുണ്ട്. ഉപനേതാവ് തികച്ചും സാങ്കേതികമാണെങ്കിൽ പോലും അത് സ്പീക്കർ പോലും ഉപനേതാവിനെ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്ത് സംസാരിക്കാറും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യം CPI ഇത്തവണ ശക്തമായി മുന്നോട്ട് വയ്ക്കും. അത് മുന്നണി നേതൃത്വമുള്ള CPMനോട് ആവശ്യപ്പെടും. അത് ഒരു ആളിൽ ഈ സഭാ നേതൃത്വം ചുരുങ്ങിപ്പോകാതിരിക്കാൻ, സഭയിലെ മുന്നണിയുടെ നേതൃത്വം ഒറ്റയാളിലേക്ക് ചുരുങ്ങിപ്പോകാതിരിക്കാനുള്ള ഒരു നിലപാടിന്റെ ഭാഗമായാണ് CPI അത് ആവശ്യപ്പെടുക. പലപ്പോഴും ഏകപക്ഷീയമായി പോകുന്നു മുന്നണിയിലെ പല തീരുമാനങ്ങളും അഭിപ്രായങ്ങളും എന്ന വിമർശനം CPIയുടെ പല നേതൃയോഗങ്ങളിലും ഉയർന്നു വന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് CPI ഈ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ K രാജൻ CPIയുടെ നിയമസഭാ കക്ഷി നേതാവ് കൂടിയായ ഇന്നലെ അദ്ദേഹത്തെ ആ പദവിയിലേക്ക് CPI തീരുമാനിച്ചിട്ടുണ്ട്. K രാജൻ പ്രതിപക്ഷ ഉപനേതാവായി അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന ആവശ്യം CPI മുന്നോട്ട് വയ്ക്കും. എത്രത്തോളം CPM അതിന് സമ്മതം നൽകുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.